ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാഷിം ടെക്കി. അപ്പോൾ ഇതാ എൻ്റെ അടുത്ത് ഒരു പാക്കറ്റ് പാലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കിടുക്കാച്ചി സംഭവം ഉണ്ടാക്കുമ്പോഴാണ് അത് നമ്മൾ മുട്ടി ഓയിലൊന്നും ചേർക്കാതെ എഗ്ഗിലെസ് മയോണൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂട്ടി നമുക്ക് ബ്രെഡ് കഴിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അടുത്തുള്ളത് നിലമ്പൂർ മിൽക്കിൻ്റെ, നമ്മുടെ സ്വന്തം നാടാണ് നിലമ്പൂർ. അപ്പം നിലമ്പൂർ മിൽക്കിൻ്റെ പാസ്ചറൈസ്ഡ് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പാസ്ചറൈസ് ചെയ്ത പാല്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കിയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ചട്ടി വെച്ചെടുക്കാം. പൊള്ളാതെ നോക്കാം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കാം. പാല് ചൂടായി എന്ന് തോന്നുമ്പോൾ അതിലോട്ട് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. അതൊന്ന് പിരിയാൻ വേണ്ടിയാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. നീ അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അങ്ങനെ പിരിഞ്ഞു വരും. അപ്പം നമ്മുടെ പാല് ഇതാണ്ടോ അടിപൊളിയായിട്ട് തന്നെ പിരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് അരിച്ചെടുക്കാം. വേഗം കൊണ്ടുപോയി അരിച്ചെടുക്കാം. നമുക്ക് പിരിച്ചപ്പോൾ അടപ്പ് ഇങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് പാല് മാത്രമായിട്ട് എടുക്കാം. ഇതാണ് നമ്മൾ മയോണൈസ് ആക്കാനുള്ളത്. അയ്യോ, നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് രണ്ടായിട്ട് നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാല് പിരിച്ചതിന് ഈ കട്ടിയുള്ള ഭാഗം പനീറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇത് സ്റ്റോക്ക് വാട്ടറാണ്, പാലിൻ്റെ സ്റ്റോക്കാണ്. ഇത് വെച്ചാണ് നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്ക് മാവ് വയ്ക്കുക അല്ലെങ്കിൽ പുട്ടിനൊക്കെ മാവ് വയ്ക്കാൻ വേണ്ടി ഇത് ബെസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ് കാരം. അപ്പോൾ നമ്മൾ ഇതാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് മറ്റാവശ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതാ നമ്മളെ പനീർ ഇട്ടെടുക്കാം. നമ്മൾ മുഴുവനായി ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പനീർ ഇതായത് മുഴുവനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇതാ അടച്ചു കൊടുത്തിട്ട് നമുക്ക് ജാറൂടെ കയറ്റി വെക്കാം. അപ്പോൾ നമുക്കിതാ ഇതൊന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ നമുക്കിത് എത്ര തിക്നെസ് നോക്കാം. അടിപൊളി മയോണൈസിൻ്റെ തിക്നെസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലൂടെ സെർവ് ചെയ്യാം. അടിപൊളി തിക്നെസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, നമ്മുടെ മയോണൈസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്രെഡിൽ പോൾസിലാക്കിയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്താൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് വേഗം പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മയോണൈസ് കണ്ടോ അടിപൊളി തിക്നെസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് മയോണൈസ് നല്ല അടിപൊളി തിക്നെസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലോണം ബ്രെഡ് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ക്യാരറ്റും ഇടുന്നുണ്ട്. അപ്പോൾ അടുത്ത ബ്രെഡ്, അപ്പോൾ അതാ അടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ സാൻഡ്വിച്ച് പോലെയാണ് നമ്മൾ മയോണൈസ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഒരു ടെസ്റ്റ് ചെയ്യാം. എല്ലാവരുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ
കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി കറക്റ്റ് മയണൈസിൻ്റെ അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു മുട്ടയും വെളിച്ചെണ്ണീൻ്റെ ആവശ്യമില്ല, ഒരു എണ്ണ ആവശ്യമില്ല. അടിപൊളിയായിട്ട് തന്നെ കാലോറി ലെസ്, പ്രോട്ടീന് കൂടുതലുള്ള, സാധാരണ മയണൈസിൻ്റെ കാറ് ഇരട്ടി പ്രോട്ടീനുള്ള അടിപൊളി മയണൈസ് റെഡിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മയണൈസ് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അത് ഞാൻ പലർക്കും കൊടുത്തു നോക്കി, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. എൻ്റെ പെങ്ങളൊക്കെ ഞാൻ കൊടുത്തപ്പോൾ 2 വട്ടം വരെ തിന്നു, 2 ബ്രെഡ് വരെ തിന്നു. അത്രക്കും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചിലർ ഇത് കമൻറ്റ് ഇടാൻ വരും, എന്താ വെച്ചാൽ ഇത് ചീസ് ബ്രെഡ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് കറക്റ്റ് മയോണൈസ് തന്നെയാണ്. ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നോക്കും അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവൻ ഇങ്ങനെയായിരുന്നു, ഇത് ചീസ് ബ്രെഡ് അല്ലേ എന്നൊക്കെ. പക്ഷേ ഞാൻ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്, കറക്റ്റ് മയോണൈസ് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെ സാധാരണ മയോണൈസിനാണ് 500 ചില്ലാൻ കാലോറി ആണെങ്കിൽ ഇത് അതിൻ്റെ പകുതിയേ ഉള്ളൂ, പകുതിയില്ല ചിലപ്പോൾ. അപ്പോൾ ഇതിൻ്റെ പ്രോട്ടീൻ പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 50% പ്രോട്ടീൻ കൂടുതലാണ്. അപ്പോൾ അത്രയ്ക്ക് ഹെൽത്തിയാണ്. പിന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽത്ത് കൂടും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ നല്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നൊരു അഭിപ്രായം എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതിനു മുമ്പ് എല്ലാവരുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. ഹാഷിം ടെക്കി.